എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ കഴിച്ചു തുടങ്ങേണ്ടതായ എള്ള് ലേഹ്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കർക്കിടകം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരരക്ഷയുടെ കാലം കൂടിയാണ്. എള്ള് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് തന്നെ ഗുണങ്ങളുണ്ട്. എള്ളിനോടൊപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുറച്ച് നട്ട്സും കൂടി ചേർത്താണ് നമ്മൾ ഈ ലേഹ്യം തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരരക്ഷയ്ക്കും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ദേഹരക്ഷയ്ക്കും ആയിട്ട് ഇതുപോലുള്ള ലേഹ്യങ്ങളൊക്കെ തയ്യാറാക്കി കൊടുത്ത് അവരുടെ ശരീരം പുഷ്ടിപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ എള്ളിലേക്ക് ചേർക്കുന്നത് ബദാമാണ്. ബദാം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. കുതിർത്തിയ ബദാം കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ വളരെ തന്നെ നിയന്ത്രിക്കാനും സാധിക്കും. ഇനിയിപ്പോൾ എള്ളിനാവട്ടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും നിറഞ്ഞ ഒന്നാണ് ഈ ഒരു കുഞ്ഞൻ ധാന്യം. ശരീരത്തിന്റെ ക്ഷീണം അകറ്റാനും കവിളുകൾ തുടുക്കാനും എല്ലിന്റെ ബലത്തിനും തലമുടി വളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ കാഷ്യൂസ് ആവട്ടെ ശരീരഭാരം കുറയ്ക്കാനും ശരീരത്തിന് ഊർജം നൽകാനും നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ നൽകാനും കഴിയുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം ചേർത്ത് തയ്യാറാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു എള്ള് ലേഹ്യമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോകൾ തയ്യാറാക്കി വെക്കണം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും ഹൈപ്പ് ചെയ്ത് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് എള്ള് ലേഹ്യം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ അളവിലാണ് എള്ള് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് ഒരു മാസത്തേക്ക് കഴിക്കാനായിട്ട് ഇത്രയും അളവുകൾ മതിയാകും. എള്ളെടുക്കുമ്പോൾ നല്ലതുപോലെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. ഇന്നിവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് ഞാനിവിടെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് അതിന്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ചൂടായ പാനിലേക്ക് ഇട്ടുകൊടുത്താണ് ഞാൻ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനും പോകുന്നത്. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ തന്നെ എളുപ്പമായി. എള്ള് വറുക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതായ 100 ഗ്രാം അളവില് കാഷ്യൂസും 100 ഗ്രാം അളവിൽ തന്നെ ബദാം പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് 1/2 മുറി നാളികേരം കൂടിയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ചു വെച്ചിരിക്കുന്ന എള്ളാണ് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ എള്ള് നല്ല പോലെ ഒന്ന് മുരിയിച്ചെടുക്കണം. എള്ള് പാനിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ തീയിലേക്ക് വെച്ചിട്ടായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ പാനിന്റെ ചൂട് കൊണ്ട് നമ്മുടെ എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. എള്ളും നല്ലപോലെ മുരിഞ്ഞു വരുമ്പോഴേക്ക് ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിത്തുടങ്ങും. അതുവരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതും. അങ്ങനെ നമ്മുടെ എള്ളിന്റെ വെള്ളം എല്ലാം വലിഞ്ഞ് നല്ല പോലെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ വേണം ഇതൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാനായിട്ടും. ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യുവാണെങ്കിൽ എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകുകയും നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു ലേഹ്യത്തിന് കയ്പ് സ്വാദ് വരികയും ചെയ്യും. എള്ള് നല്ലപോലെ മുരിഞ്ഞ് നല്ലവണ്ണം പൊട്ടി വന്ന പാകമായാൽ പിന്നെ നമുക്ക് ഇതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കേണ്ടത് കൂടിയാണ്. എള്ള് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതേ പാനിലേക്ക് കാഷ്യൂസും ബദാമും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് കുറച്ച് ഏലക്ക ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവില് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ചുക്കാണ്. അതിനുശേഷം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ ഒരു ലേഹ്യം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ക്ഷീണം അകറ്റാനും എല്ലുകൾക്ക് നല്ല ബലം കിട്ടാനും അതുപോലെ നമ്മുടെ തലമുടിയുടെ വളർച്ചയ്ക്കും വളരെ ഉത്തമമാണ്. അങ്ങനെ നമ്മുടെ കാഷ്യൂസും ബദാമും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ച 1/2 മുറി നാളികേരം തിരുമിയതാണ് ചേർത്ത് വറുത്തെടുക്കേണ്ടത്. നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അതിനായിട്ട് കുറച്ച് നേരം നമുക്കിതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നാളികേരവും നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതും നല്ലതുപോലെ ഒന്ന് തണുത്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചേരുവകളൊക്കെ ഇവിടെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം. കരിപ്പെട്ടി ഉരുക്കിയെടുക്കുന്നതിനായിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളമാണ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ 1/2 കിലോ കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചുകൂടി എടുക്കാം. നിങ്ങൾക്ക് ഈ കരിപ്പെട്ടിക്ക് പകരമായിട്ട് ശർക്കര ചേർത്തും തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കരിപ്പെട്ടി നല്ലോണം ഉരുക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വെക്കേണ്ടതുമാണ്. നമുക്ക് ഇത്രയും മധുരത്തിന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. എങ്കിലും നമ്മൾ എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ ഉരുക്കി വെക്കേണ്ടതാണ്. ആവശ്യമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് വേണം ഈ ഒരു ലേഹ്യം തയ്യാറാക്കാനായിട്ട്.
എടുക്കാനായിട്ടും. കരിപ്പെട്ടിയൊക്കെ ഉരുക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ലേഹ്യത്തിനുള്ള ചേരുവകളൊക്കെ നല്ല പോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊക്കെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ശേഷം ലേഹ്യം ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ചുവട് കെട്ടിയുള്ള ഉരുളിയടപ്പിലേക്ക് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 300 മില്ലി അളവിൽ ചക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ചക്കരപ്പാനി നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടണം. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കേണ്ടതും. എള്ള് പൊടിച്ചെടുക്കുമ്പോൾ അധികം ഒന്നും പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അല്പം തരിയായിട്ട് തന്നെയാണ് പൊടിച്ചെടുക്കേണ്ടതും. ഇനിയിപ്പോൾ എള്ളും കൂടി ചേർത്ത് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബദാമും കാഷ്യൂസും ഫ്രൈ ചെയ്തെടുത്ത പൊടിയാണ് ചേർക്കേണ്ടതും. ഇതുകൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്തെല്ലാം ചെറിയ തീയിൽ വെച്ച് വേണം നമുക്കിതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാനായിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് നാളികേരം പൊടിച്ചതാണ്. നാളികേരവും പൊടിച്ച് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി കൊടുക്കുവാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മധുരം പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ലേഹ്യത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാലോ നമ്മുടെ ലേഹ്യം നല്ല കട്ടിയായിട്ടൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ ചേർക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. വീണ്ടും ഇതെല്ലാം കൂട്ടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എള്ളിലേക്കും ഈ ഒരു രീതിയിൽ ചൂടാറി വരുമ്പോൾ നമുക്ക് കുപ്പികളിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. എങ്കിലും നമുക്കിത് കഴിക്കാനുള്ള എളുപ്പത്തിനായിട്ട് കുറച്ച് ബോൾസുകളായിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. കുറച്ച് ലേഹ്യം എടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ട് ഉരുട്ടി നോക്കുമ്പോൾ ഉരുണ്ട് വരുന്നതാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു പാകം. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കൈക്ക് ചെറിയതായിട്ടൊക്കെ ഒന്ന് പൊള്ളലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ടും. അങ്ങനെ നമ്മുടെ ലേഹ്യം ഞാൻ ഇതുപോലെ ഉരുട്ടിയതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഇതേ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടി മാറ്റാം. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന ഈ ഒരു എള്ള് വെച്ചിട്ട് ഇതുപോലൊരു ലേഹ്യം നിങ്ങൾ എല്ലാവരും വീടുകൾ തയ്യാറാക്കി വെക്കണേ. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒരുപോലെ തന്നെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ഈ ഒരു വർഷം മുഴുവനും തന്നെ നമ്മുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.